ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഇപ്പോൾ വളരെയധികം ഹേർട്ടിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാനിവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് സോഴ്സ് കിട്ടിയിട്ടുണ്ട്. എന്തോ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഈസ് ഗോയിങ് ഓൺ ആയിരിക്കാം. എന്തുകൊണ്ടോ നിങ്ങൾക്ക് വളരെയധികം ദുഃഖത്തിലിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റുള്ള ഒരു കാര്യത്തിലേക്കും നിങ്ങൾക്ക് എൻഗേജ് ആവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ. നിങ്ങളുടെ ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഏറ്റവും എന്താ പറയാ, നിങ്ങളോട് അവര് മുന്നോട്ട് ചിലപ്പോൾ തല്ലു പിടിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ എന്താ പറയാ, വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വളരെ ബാഡായിട്ടൊക്കെ ചിലപ്പോൾ തല്ലു പിടിച്ചിട്ടുണ്ടാവാം. ഓ, നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും, അത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടിട്ട് പിന്നെ മാറി നിന്നിട്ട് നിങ്ങളെ നോക്കി വിഷമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ. വളരെയധികം ഈ ഒരു പേഴ്സണ് ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് നിങ്ങളോട്. കാരണം നിങ്ങളൊന്ന് വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കും അതെ, നിങ്ങളും ആ ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഹാപ്പിനെസ് ആയിട്ട് ഇവിടെ എനിക്ക് കാണാൻ ഫീൽ ചെയ്യുന്നത്. എന്തോ എപ്പോഴോ ഇടയ്ക്കൊക്കെ നിങ്ങളെന്ന വ്യക്തി നിങ്ങളാണോ അവരാണോ എന്ന് എനിക്കറിയില്ല, ഈ ഒരു ചില സമയങ്ങളിൽ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് വിളിച്ചിട്ട് കിട്ടിയില്ല, ഒരാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് ഈഗോ കളിക്കും. കാരണം ആ ഒരു വ്യക്തി പിന്നെ പിന്നീട് വിളിക്കുമ്പോൾ ഓക്കെ ഞാനിവിടെ ബിസി, തിരക്കാണ്, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്നിട്ട് നിങ്ങളും അങ്ങനെ പോകുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു കോണ്ടാക്ട്സിൽ വരണം. നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി ബാക്കിയെല്ലാം വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും കേട്ടോ ഈ ഒരു ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊള്ളാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിൽക്കും, നിങ്ങളോ അവരോ മാറി നിൽക്കും. ഓക്കെ, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് നിങ്ങളെ തന്നെ നോക്കിക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുമെങ്കിലും പിന്നീട് നിങ്ങൾ തിരിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വിളിക്കുന്നുള്ള ചിന്ത, അല്ലെങ്കിൽ പിന്നാലെ വരുന്നതായിട്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇതില് ആ ഒരു ഇപ്പൊ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ഹേർട്ടായിട്ട് നിൽക്കുന്ന രണ്ടുപേരും ഹേർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വളരെ മോശമായിട്ട് മീൻസ് വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല എന്നാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ പറയുന്നത്. കാരണം ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഇവിടെ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ദ വേൾഡ്, ദ ജേർണി, അതായത് ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ദൂരത്തുള്ള ഒരു സംഭവമൊക്കെ ആയിട്ടാണ് എനിക്ക് കാണുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് മുമ്പോട്ട് കുതിക്കുകയാണ് ആ വ്യക്തി, എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി ഇപ്പോ കോണ്ടാക്ട്സിലുള്ള ആൾക്കാർക്കായാലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ ആവാനാണ് ആ ഒരു വ്യക്തിക്ക് താല്പര്യം. സൺ കാർഡ് ഇവിടെ ഉണ്ട്. സൺ കാർഡിൽ ഇവിടെ ഒരു കൊച്ചിനെ ആണ്, ഒരു ഒരു ബേബിനെ ഇവിടെ കാണാം. അപ്പൊ ആ ഒരു വ്യക്തി ഉദ്ദേശിക്കും. മാത്രമല്ല, ഇവിടെ ഒരു ഹാപ്പി ഫാമിലിയിലെ ഒരു ഇതുണ്ട്, 2 കുട്ടികൾ, ഒരു ഹാപ്പി ഫാമിലി ആയിട്ട്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെ തന്നെ തല്ലുപിടിച്ചാലും നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ സൺ കാർഡും ഈ ഒരു ഹാപ്പി കാർഡും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു മാരേജ് കാർഡ്, കല്യാണം കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി 2 കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണം എന്നാണ് ആള് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും. ചിലർ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് 2 കുട്ടികൾ വേണം, ഒരു ആൺകുട്ടി പെൺകുട്ടി. അപ്പൊ അല്ലെങ്കിൽ 2 പെൺകുട്ടികളെ വേണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. 2 ആൺകുട്ടി, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ടോക്കൊക്കെ വന്നിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ആ ഒരു വ്യക്തി എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ഓടി വന്ന് നിങ്ങളെ കല്യാണം കഴിക്കണം, എല്ലാവരും സമ്മതത്തോടു കൂടി തന്നെ ഒരു കല്യാണം ആയിരിക്കണം, കല്യാണം കഴിച്ച് വലിയൊരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. ചിലപ്പോ ഒരു ഫസ്റ്റ് കുട്ടി ഒരു ആൺകുട്ടി ആയി കൊള്ളാം എന്നൊക്കെ ഉള്ള ഒരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവാം. എനിക്കൊരു അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തികളാണ് കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട്, ആ ഒരു വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈമിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ, എന്താ പറയാ, ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ കോൾ വിളിക്കുമ്പോൾ എടുത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അപ്പൊ തന്നെ റിപ്ലൈ തന്നിരിക്കണം, റിപ്ലൈ വൈകുന്നത് എന്താ എന്നൊക്കെ ഉള്ളൊരു ടൈപ്പിലും. അപ്പൊ അവര് പിന്നീട് അവര് റിപ്ലൈ തരുമ്പോ, അല്ലെങ്കിൽ അവരുടെ ടൈമിനനുസരിച്ച് റിപ്ലൈ തരുമ്പോ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ, ഒരു ഈഗോ കളി അവിടെ കാണുന്നുണ്ട് ഞാൻ. കാരണം ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവാണ് കേട്ടോ. നിങ്ങളുടെ ചിലര് നിങ്ങളൊക്കെ എത്രയൊക്കെ വാശി പിടിച്ചിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ പിന്നാലെ പിന്നാലെ തന്നെ
വന്നുകൊണ്ടിരിക്കും ഉള്ളൊരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. അതായത് കപ്പ് ഓഫർ ചെയ്യുന്ന ആ ഒരു സ്നേഹമാണ്, സ്നേഹത്തിലാണ് ആ ഒരു വ്യക്തി ഇപ്പോഴും ഇരിക്കുന്നത്. മാത്രമല്ല നിങ്ങളും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ വ്യക്തി. ഇപ്പൊ നിങ്ങൾ കുറെ ചീത്ത പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. ആ വ്യക്തി വരുമോ 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 ആളും നോക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ആ ഒരു വ്യക്തിക്ക് കുറെ പേർക്ക് ഇവിടെ കാണുന്നത് പുറമേ ഉള്ളൊരു എബ്രോഡൊക്കെ ജോലി, എബ്രോഡ് അല്ല, നിങ്ങളുടെ അടുത്തില്ല ആ ഒരു വ്യക്തി, പക്ഷെ പുറത്താണ്. ആ ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയാലും ഇപ്പോ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഏജിലുള്ള ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അവരെ നോക്കും. പക്ഷെ അതൊരു അവരെ നോക്കി ആസ്വദിക്കുന്നതല്ല. അവർ കപ്പിളിക്കും നിങ്ങളുടെ ഒരു കാര്യങ്ങളാണ് മനസ്സിൽ വരിക. ആ ഒരു പേഴ്സൺ എന്റെ ആളെ പോലെ ഉണ്ടല്ലോ, നല്ല കാണാനുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. പുറത്തു പോയാലും ബാക്കിയുള്ളവരെ കാണുമ്പോഴും ആള് ഓരോ കാര്യത്തിലും നിങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവളെ അല്ല അവനെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവളെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു തോട്ട്സ് ആണ് ആളുടെ മനസ്സിൽ വരുന്നത്. അത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ജോബിലുള്ള വ്യക്തിയാണെങ്കിലും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ തല്ലുപിടിച്ച് പോയാൽ പോരാ, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മാരേജ് ചെയ്യണം നിങ്ങളെ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ജോലി സെറ്റിൽമെന്റും ഒക്കെ ആവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മാത്രമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഇവിടെ കാണുന്നത് 2 ഓഫ് സോർട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് 2 ഓഫ് സോർട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്ന് ചില പ്രേക്ഷകർ ഇപ്പൊ എബ്രോഡ് വേൾഡ് കാർഡ് വന്നിട്ടുള്ളതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇവിടെ 80% ഓഫ് പീപ്പിളും എന്താ പറയാ കടൽ കടന്നിട്ടുള്ളൊരു ഒരു ജീവിതം ഉണ്ടല്ലോ, പുറത്തെ ജീവിതം. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലും ആള് എബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആള് പുറത്ത് നാട്ടിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഇപ്പൊ ഒരു കല്യാണാലോചന കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടില് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും കൂടി ഞാനിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലി വിട്ടിട്ട് ഓടിപ്പോരാനും മനസ്സ് വരുന്നുണ്ട്. എന്നാ നിങ്ങൾ ആ ഒരു ജോലി പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എങ്ങനെ, ഒരു ജോലി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഒരു മാരേജിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ളൊരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ലീവ് കിട്ടാത്ത ഒരു അവസ്ഥയാണ്, ഞാൻ എന്ത് ചെയ്യും, ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളൊരു പിടിവാശി ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്, പക്ഷെ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനും കൂടി നിങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 2 ഓഫ് സോഴ്സ് ഇവിടെ ഉണ്ട്. കൺഫ്യൂഷൻ സ്റ്റേജ് ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആർക്കും ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, എന്താ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് വന്ന് നിൽക്കുന്നുണ്ട് ആർക്കോ. അപ്പൊ നിങ്ങൾ ആ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ മനസ്സ് എന്താണോ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ ലിസൺ ചെയ്യൂ. നിങ്ങളെ മനസ്സ് എന്താണോ പറയുന്നത് അതിനെ ഒന്ന് ലിസൺ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും കറക്റ്റ് ആവണം എന്നൊന്നും ഇല്ല. അപ്പം നിങ്ങൾ പുറമേ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ നിങ്ങളെ മനസ്സിനോട് ചോദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്.